ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് പുൽക്കൂട്. പുൽക്കൂടിന് പിന്നിലുമുണ്ട് ഒരു ചരിത്രം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് പുൽക്കൂടിന് തുടക്കമിട്ടത്. ഒരു ക്രിസ്മസ് രാത്രിയിലാണ് ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കിയത്. ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ കാലിത്തൊഴുത്ത് കെട്ടി ഉണ്ടാക്കുകയായിരുന്നു. അന്ന് ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നതിനെ അനുസ്മരിക്കുന്നതിനായി ഉണ്ടാക്കിയ കാലിത്തൊഴുത്തിനെ പുനരാവിഷ്കരിച്ചത് ജീവനുള്ള മനുഷ്യരും മൃഗങ്ങളും ചേർന്നായിരുന്നു. ക്രിസ്തു ജനിച്ച ബത്ലഹേം ഗ്രാമത്തിലെ ഗുഹ സന്ദർശിച്ചപ്പോഴാണ് സെയിന്റ് ഫ്രാൻസിസ് അസീസി എന്ന സന്യാസി വൈദ്യന് പുൽക്കൂട് നിർമ്മിക്കാനുള്ള പ്രചോദനമുണ്ടായത്. ബത്ലഹേം ഗുഹയ്ക്കുള്ളിലെ ചെറിയ കാലിത്തൊഴുത്തായിരുന്നു അസീസിയുടെ പ്രചോദനം. യേശുവിന്റെ ജനനം പോലെ എളിമയും ലാളിത്യവും വിളിച്ചോതുന്നതായിരുന്നു അസീസിയുടെ പുൽക്കൂട്. 13-ാം നൂറ്റാണ്ടിൽ 1223 ക്രിസ്മസ് രാത്രിയിലാണ് സെയിന്റ് ഫ്രാൻസിസ് അസീസി ലോകത്ത് ആദ്യമായി പുൽക്കൂട് നിർമ്മിച്ചത്. ഇറ്റലിയിലെ ഗ്രേച്ചിയോവിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ നടത്തിയ ക്രിസ്മസ് രാത്രിയിലെ ദിവ്യബലിക്കും തിരുക്കർമ്മങ്ങൾക്കുമിടയിലാണ് വിശുദ്ധ ഫ്രാൻസിസ് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ദൃശ്യം പുനഃസൃഷ്ടിക്കുന്നത്. അന്നു മുതൽ പുൽക്കൂട് ലോകമെമ്പാടും തിരുപ്പിറവിയുടെ ആത്മീയ അനുഭൂതി സമ്മാനിക്കുന്ന ദൃശ്യ ആവിഷ്കരണമായി ഇന്നും നിലകൊള്ളുന്നു.